എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ കൌൺസിലർക്ക് മർദ്ദനമേറ്റു. UDF കൌൺസിലർ ജോമി മാത്യുവിന് കഴുത്തിൽ പരിക്കേറ്റു. കൌൺസിലറെ മർദ്ദിച്ച മംഗലത്താഴം സ്വദേശി ജോസഫ് കുര്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. താൻ ജയിച്ചതിലെ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണമെന്ന് ജോമി മാത്യു പറഞ്ഞു. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, എങ്ങനെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ഒരു ആക്രമണം ഉണ്ടായത്? ഈ മർദ്ദിച്ചയാൾ എന്താണ് പറയുന്നത്? സ്മൃതി, ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ, അതായത് ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ തന്നെ ഈ ജോമി മാത്യുവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, ജോസഫ് കുര്യൻ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയൊക്കെ ഉയർന്നിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടയിൽ ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് ഈ ജോമി മാത്യു സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. അതിനിടയിൽ ജോസഫ് കുര്യൻ അവിടേക്ക് എത്തുകയും പിറകിൽ കൂടി ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ കഴുത്തിൽ പരിക്കേറ്റ ജോമി മാത്യുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. ചികിത്സ തേടിയ ശേഷം തിരികെ എത്തിയ ശേഷമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർ ആവുകയും ചെയ്തത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജോസഫ് കുര്യനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ജോസഫ് കുര്യൻ ഈ ആക്രമണത്തിന് പിന്നാലെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു വയ്ക്കുകയും അതിനുശേഷം പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. മർദ്ദനത്തിന് ജോസഫ് കുര്യന്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് വൈകാതെ തന്നെ പോലീസ് രേഖപ്പെടുത്തുന്നു. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകരാണ് രണ്ടുപേരും. ശരി, രണ്ടുപേരും തമ്മിലുള്ള തർക്കമാണ്. അല്പം പ്രായമുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഈ മർദ്ദിക്കാൻ വന്നത്. ഇരുവർക്കും ഇടയിലെ പ്രശ്നം കാരണമാണ് ഈ മർദ്ദനം ഉണ്ടായതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ്